In nomine Patris et Filii et Spiritus Sancti. ആമേൻ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആവേ മരിയ, ഗ്രാസിയ പ്ലേന, ഡോമിനുസ് തെക്കും, ബെൻഡിക്ത തുയിൻ മൊളേരിബുസ്, et benedictus fructus ventris tui, Jesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. ആമേൻ. ഈ വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളെയും പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയൊക്കെ വലിയ തിന്മയായിട്ട് അവതരിപ്പിക്കുന്ന ചില സെക്റ്റുകൾ മുമ്പ് ഉണ്ടായിരുന്നു. ചില മോഡേൺ സെക്റ്റുകൾ ഇപ്പോൾ പെട്ടെന്ന് ചാടി വരുന്നുണ്ട്. അവരുടെ ഒരു കാഴ്ചപ്പാടും കൂടിയാണ് ഈ കൗൺസിൽ, വത്തിക്കാൻ കൗൺസില് ഒക്കെ തിന്മയായിരുന്നു എന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഒരുപക്ഷെ അതിന്റെ സ്വാധീനമൊക്കെ മനസ്സിലാക്കും. ഇതൊരു കേരളത്തിൽ മാത്രം ഉണ്ടായതല്ല, അത് ഇന്റർനാഷണൽ ഒറിജിൻ ഉണ്ട്. പക്ഷെ കേരളത്തിലും അത് വന്നു തുടങ്ങി. ചില ഗ്രൂപ്പുകളെയൊക്കെ ഞാൻ തന്നെ നേരിട്ട് കാണാനായിട്ടൊക്കെ തുടങ്ങി. ആവേ മരിയ. ഞാൻ ഷെറിൻ ചാക്കോ. ഞാനൊരു PG സ്റ്റുഡൻ്റ് ആണ്. ബഹുമാനപ്പെട്ട അരുൺ കലമറ്റത്തിലച്ചൻ 2ാം വത്തിക്കാൻ കൗൺസിൽ പഠന ക്ലാസ്സിൽ ബ്രദർ മാർട്ടിൻ തോമസിനെ പറ്റിയും ഫാത്തിമ രഹസ്യം ചുരുളഴിയുന്നു എന്ന പുസ്തകത്തെപ്പറ്റിയും വിമർശിച്ച് സംസാരിക്കുന്നത് വളരെ ആകസ്മികമായി ഞാൻ കേൾക്കുകയുണ്ടായി. അതിന്റെ വെളിച്ചത്തിൽ ഈ ദിവസങ്ങളിൽ ഞാനും ആ പുസ്തകം വായിക്കാനിടയായി. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള എന്റെ വിലയിരുത്തലുകൾ ഞാൻ ഇവിടെ ചേർക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിലുള്ള ഒരു ഗ്രൂപ്പിന്റെ കാര്യം പറയാം. അവര് നിങ്ങൾക്ക് ഏതെങ്കിലും കാലത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ മാഗസിൻസോ ബുക്ക്ലെറ്റ്സോ കിട്ടുവാണ്, നിങ്ങൾ പെട്ടെന്ന് ശുദ്ധമാണ് അതെന്ന് കരുതാതിരിക്കാൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് ഈ ഒരു പുസ്തകം അവരുടേതാണ്, ഫാത്തിമ രഹസ്യം ചുരുളഴിയുന്നു. ഈ ഒരു ഗ്രൂപ്പ് ഇതൊരു സെക്റ്റാണ്, ഒരു മോഡേൺ സെക്റ്റാണ്. ട്രൂ കാത്തലിക്സ് ആണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്ന ഒരു സെക്റ്റാണ് അവർ. അതിന്റെ ആളും തരമൊക്കെ ഞാൻ പറയും, എന്റെ മുമ്പിൽ തന്നെ കിടക്കുന്നുണ്ട്. ഒരു മാർട്ടിൻ തോമസ് എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ഇതിന്റെ ചീഫ് എഡിറ്ററും. അതെ, ഇത് കൊണ്ട് ഈ സാത്താന്റെ ഒരു പ്രത്യേകത എന്നറിയോ? സാത്താൻ ഒരിക്കലും നേരിട്ടല്ല സംസാരിക്കുക, ഷുഗർ കോട്ട് ചെയ്തിട്ടാണ് നമ്മളോട് സംസാരിക്കുക. എപ്പോഴും നന്മയുടെ രൂപത്തിലാണ് പിശാച് വരിക. ഇപ്പൊ ഇതൊരു സെക്റ്റാണ്. ആ സെക്റ്റിന്റെ ആണ് ഈ പറഞ്ഞ സൂത്രം. അപ്പൊ അവര് വിമല ഹൃദയ മക്കളാണ് ഞങ്ങളെന്ന് അവർ അവകാശപ്പെടുന്നു. അവര് ഇപ്പൊ ഇത് മാതാവിനെ കുറിച്ച് മാതാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നത്തുള്ള ചില കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചുതരാം. ഇതുണ്ടോ, ശിഥിലീകരണ സൂനഹദോസ് എന്നാണ് ഈ പുസ്തകം വത്തിക്കാൻ കൗൺസിലിനെ വിളിക്കുന്നത്. ശിഥിലീകരണ സൂനഹദോസ്. ഈ സൂനഹദോസ് ആണ് വത്തിക്കാൻ കൗൺസിലിനെ കത്തോലിക്ക സഭയെ ശിഥിലീകരിച്ച് കളഞ്ഞത് എന്ന് തുടങ്ങി. മാർപ്പാപ്പ പിശാചിന്റെ സ്വാധീന വലയത്തിലാണെന്നും സഭയുടെ ഔദ്യോഗിക കേന്ദ്രങ്ങളിലെല്ലാം പിശാച് കയറിയിരിക്കുന്നു എന്നൊക്കെയാണ് ഫാത്തിമ രഹസ്യത്തിന്റെ 3ാം രഹസ്യം അത്രേ എന്നൊക്കെ പറഞ്ഞിട്ട് ചില കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി അങ്ങനെ പറഞ്ഞു. അവരുടെ ഇപ്പൊ ഈ സെക്റ്റുകളുടെ ഇപ്പൊ അടുത്ത കാലത്തൊക്കെ ഇറങ്ങി, പ്രത്യേകിച്ച് ഈ സെക്റ്റിന്റെ ഒക്കെ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ബുക്ക് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്, സത്യത്തിന്റെ പുസ്തകം, ബുക്ക് ഓഫ് ട്രൂത്ത്. അത് ഒത്തിരി പേര് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ ഇവിടെയൊക്കെ. ഫാത്തിമ രഹസ്യം ചുരുളഴിയുന്നു എന്ന പുസ്തകത്തിന്റെ ചീഫ് എഡിറ്റർ മാർട്ടിൻ തോമസ് അദ്ദേഹത്തിൻ്റെതായ ഒരു ദർശനങ്ങളും ആശയങ്ങളും അതിൽ ഉൾപ്പെടുത്തിയതായി എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ സൂചിപ്പിച്ച ബുക്ക് ഓഫ് ട്രൂത്ത് എന്ന പുസ്തകവുമായി വിമല ഹൃദയത്തിന്റെ മക്കൾക്കോ ഈ പുസ്തകത്തിനോ യാതൊരു ബന്ധവും കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് ബുക്ക് ഓഫ് ട്രൂത്ത് ആണ് വിമല ഹൃദയ മക്കൾ ഫോളോ ചെയ്യുന്നത് എന്ന കലമറ്റത്തിൽ അച്ഛന്റെ പ്രസ്താവന പൂർണ്ണമായും തെറ്റാണ്. 2ാം വത്തിക്കാൻ സൂനഹദോസ് ശിഥിലീകരണ സൂനഹദോസ് ആണെന്ന് ഫാത്തിമ 3ാം രഹസ്യം ചുരുളഴിയുന്നു എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ബ്രദർ മാർട്ടിൻ തോമസിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, മറിച്ച് സിസ്റ്റർ ലൂസിയ തന്നെ തിരുസഭാധികാരികളാൽ നിയോഗിക്കപ്പെട്ട ചിലർക്ക് ഫാത്തിമ 3ാം രഹസ്യത്തിലെ വെളിപാടുകൾ നൽകിയിരുന്നു. അതിൽ നിന്നും കോട്ട് ചെയ്തതാണ്. പോർച്ചുഗലിലെ മാലാഖയും പരിശുദ്ധ കന്യകാമാതാവുമാണ് സ്വർഗം ആഗ്രഹിക്കാത്ത ഈ സൂനഹദോസിനെ കുറിച്ച് പറയുന്നത്. കർദിനാൾ എവുജേനിയോ പെച്ചെല്ലി, കാനോനിക്ക ഫാദർ ബർത്താസ്, കർദിനാൾ ഒത്തവ്യാനി, ഫാദർ ഷ്വഗ്വേൽ, കർദിനാൾ ചാപ്പി, ഫാദർ മലാക്കി മാർട്ടിൻ, പോപ്പ് ബെനഡിക്റ്റ് 16 ഫാദർ യൊവാക്കിം അലോൻസോ, ഫാദർ ലൂയിജി ബ്യാങ്കി, ഫാദർ അഗസ്റ്റിൻ ഫ്യുവന്തസ് എന്നിവരുടെ സ്ഥിരീകരണ സാക്ഷ്യങ്ങളിൽ നിന്നും അനാവരണം ചെയ്ത രഹസ്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇവർ സിസ്റ്റർ ലൂസിയായിൽ നിന്നും നേരിട്ട് കേട്ടവരും ഫാത്തിമ 3ാം രഹസ്യത്തിന്റെ കവർ പൊട്ടിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരുമാണ്. അവർ പറയുന്നത് തെറ്റാണെന്നാണോ അച്ഛൻ പറയുന്നത്? അഥവാ അച്ഛന്റെ അഭിപ്രായത്തിൽ ഇവരുടെ സാക്ഷ്യങ്ങൾക്ക് ആധികാരികതയില്ലേ? ഇല്ല എങ്കിൽ എന്തുകൊണ്ട്? തിരുസഭയിൽ സാത്താൻ കടന്നു എന്നും തിരുസഭാധികാരികളെ സാത്താനാണ് നയിക്കുന്നതെന്നും ഫാത്തിമ രഹസ്യം ചുരുളഴിയുന്നു എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അത് തെറ്റാണെന്ന് അച്ഛൻ പറയുന്നു. എന്നാൽ ഈ പ്രസ്താവന എഡിറ്ററുടെ വാക്കുകളല്ലല്ലോ അച്ഛ. തിരുസഭ തന്നെ അംഗീകരിച്ചിട്ടുള്ള ലാസലേറ്റ് മരിയൻ പ്രത്യക്ഷീകരണത്തിൽ റോമിന് വിശ്വാസം നഷ്ടപ്പെടുമെന്നും അത് എതിർ ക്രിസ്തുവിന്റെ ഇരിപ്പിടമായി മാറുമെന്നും പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ പോളാറാമൻ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിന് ശേഷം വിശുദ്ധ പാദ്രെ പിയോ ഇപ്രകാരം പറഞ്ഞു: സാത്താൻ മാർപ്പാപ്പയുടെ ഷൂസിൽ വരെ കയറിയിരിക്കുന്നു എന്ന്.
രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പൂർത്തീകരിച്ച പോൾ ആറാമൻ മാർപ്പാപ്പ 1972 ജൂൺ 29 ത്രൂ സം മിസ്റ്റീരിയസ് ക്രാക്ക്, നോ ഇറ്റ്സ് നോട്ട് മിസ്റ്റീരിയസ്, ത്രൂ സം ക്രാക്സ് ദ സ്മോക്ക് ഓഫ് സൈത്തൻ ഹാസ് എന്റർഡ് ദ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവയൊക്കെയും തെറ്റാണെന്നാണോ അച്ഛൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ദർശനങ്ങളല്ല കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളുടെ അടിത്തറ. നിത്യസത്യങ്ങളാകുന്ന സുവിശേഷവും അതിന്റെ പ്രബോധനവുമാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് വിശ്വസിക്കാൻ അവകാശമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. വിശ്വസിക്കണം നിർബന്ധമുണ്ടോ? കടമ ഇല്ല എന്നാണ് അതിന്റെ ആദ്യത്തെ ഉത്തരം. സഭ അത് അംഗീകരിച്ചു എന്ന് വിചാരിച്ചു, അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കടമയുണ്ടോ? അപ്പോഴും വിശ്വസിക്കാൻ കടമയില്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അതിന്റെ കാരണം ഇതാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പരിശുദ്ധ കന്യകാമറിയം ഒരു കാര്യം പഠിപ്പിക്കുമെന്ന് വിചാരിച്ചു, അതൊരിക്കലും ഒരു പുതിയ കാര്യമായിരിക്കില്ല. ഈശോയിൽ വെളിപാട് പൂർണ്ണമാണ്, കംപ്ലീറ്റ്. ഇനി ഒന്നും തരാനില്ല. നമ്മൾ ഗ്രഹിക്കാനുണ്ട് ബാക്കി, പക്ഷെ ദൈവത്തിന് തരാനുള്ളതെല്ലാം നമുക്ക് തന്നു കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് ഇനി ഒന്നും കൂടുതൽ ആഡ് ചെയ്യാൻ പോകുന്നില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, അത് പരിശുദ്ധാത്മാവ് പോലും പുതുതായി ഒന്നും ഇനി ആഡ് ചെയ്യുന്നില്ല, പഠിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട് പഠിപ്പിക്കുകയാണ് എന്ന് കരുതുക. എന്തായിരിക്കും പഠിപ്പിക്കുക? ഈശോയിലും സുവിശേഷത്തിലും തിരുസഭയുടെ പ്രബോധനങ്ങളിലും എന്ത് നൽകപ്പെട്ടിട്ടുണ്ടോ അത് ആവർത്തിക്കുകയല്ലാതെ ചിലവയെ ഒന്നുകൂടി ഒന്ന് എംഫസൈസ് ചെയ്ത് പറയുകയല്ലാതെ പുതുതായിട്ടൊന്നുമായി മാതാവ് വരുന്നില്ല. ഈ റെവലേഷൻസ് ഒക്കെ, പ്രൈവറ്റ് റെവലേഷൻസ് ഒക്കെ ദേ ആർ പ്രൈവറ്റ്, സ്വകാര്യമാണ്. അത് ഇപ്പൊ ഉദാഹരണത്തിന് ഫാത്തിമ വെളിപാടാന്ന് വിചാരിച്ചു, അത് സ്വകാര്യമാണ്, ചിലർക്ക് വേണ്ടിയുള്ളതാണ്. ദാറ്റ് ഇസ് നോട്ട് പബ്ലിക്. പബ്ലിക് ആയിട്ടുള്ളതല്ല, നമുക്ക് വേണ്ടിയുള്ളതല്ല ദൈവം തന്നു കഴിഞ്ഞു. മറ്റതൊക്കെ സ്വകാര്യ വെളിപാടുകളാണ്. അങ്ങനെയെങ്കിൽ 1917 സിസ്റ്റർ ലൂസിയ, ജസീന്ത, ഫ്രാൻസിസ് എന്നീ വ്യക്തികൾക്ക് ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് വെളിപാട് നൽകിയത് അവരെ മാത്രം ബാധിക്കുന്നതല്ലല്ലോ, ലോകത്തെ മുഴുവൻ ബാധിക്കുന്നതായിരുന്നില്ലേ? അതിനെപ്പറ്റി സുവിശേഷത്തിൽ പറഞ്ഞിട്ടുമില്ല. റഷ്യയെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ 11-ാം പിയൂസ് മാർപ്പാപ്പയുടെ കാലത്ത് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് മാതാവ് വെളിപ്പെടുത്തി. അതും ബൈബിളിലില്ലാത്തതും എന്നാൽ സംഭവിച്ചതുമായ കാര്യമാണല്ലോ. അതുപോലെ തന്നെ ബൈബിളിൽ പറയാത്തതും എന്നാൽ സ്വർഗം പരിശുദ്ധ അമ്മ വഴി വെളിപ്പെടുത്തിയതും ആയ മറ്റൊരു സംഭവമാണ് റുവാണ്ടയിലെ കിബേഹോയിൽ രക്തപ്പുഴ ഒഴുകിയത്. ഇതൊക്കെ പരിശുദ്ധ അമ്മ വഴി മുന്നറിയിപ്പ് തന്ന കാലിക പ്രസക്തമായ കാര്യങ്ങളല്ലേ? പിന്നെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്ന് അച്ഛൻ പറയുന്നത്? അതിന്റെ പ്രസക്തി എന്ത്? പരിശുദ്ധ അമ്മ തന്ന മുന്നറിയിപ്പുകളെ തിരസ്കരിച്ചതിന്റെ പരിണിത ഫലങ്ങൾ ഇന്നും മനുഷ്യവർഗം അനുഭവിക്കുന്നില്ലേ? ഒരരിപ്പി ആവശ്യമുണ്ട്. ശരിക്കും മാതാവ് പറഞ്ഞ എന്താണെന്ന് മാത്രം അരിച്ചെടുക്കാൻ ഒരു അരിപ്പി ആവശ്യമുണ്ട്. ആ അരിപ്പയുടെ പേരാണ് മജിസ്തേരിയം. ആ അരിപ്പയാണ് നാളിതുവരെ കർത്താവ് നൽകിയിരിക്കുന്ന പ്രബോധനങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സത്യവിശ്വാസത്തിന്റെ കസ്റ്റോഡിയനായിരിക്കുന്ന സഭയുടെ ജ്ഞാനം. വെളിപാടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു. സഭയുടെ ജ്ഞാനമാണ് വെളിപാടുകളെല്ലാം ഉറപ്പിക്കുന്നതെന്ന്. സൃഷ്ടികർമ്മം മുതൽ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന ജ്ഞാനം പരിശുദ്ധ അമ്മ തന്നെയല്ലേ? അതുകൊണ്ടല്ലേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ എന്ന് ലുത്തിനിയായിൽ നാം പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കുന്നത്? ആ ജ്ഞാനം തന്നെയാണല്ലോ സിസ്റ്റർ ലൂസിയായ്ക്കും ജസീന്തയ്ക്കും ഫ്രാൻസിസിനും സഭയിൽ സംഭവിക്കാനിരിക്കുന്ന വിശ്വാസത്യാഗത്തിന് വഴിയൊരുക്കുന്ന ഒരു സൂനഹദോസിനെ കുറിച്ച് വെളിപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്നാണോ അച്ഛൻ പറയുന്നത്? അച്ഛൻ പറയുന്നത് പോലെ രണ്ടാം വത്തിക്കാൻ സൂനഹദോസ് സഭയ്ക്ക് പുത്തൻ ഉണർവാണ് നൽകിയതെങ്കിൽ എന്തിനാണ് 50,000 വൈദികർ സഭ വിട്ടുപോയത്? എന്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിലും ആരാധനാക്രമങ്ങളിലും മാറ്റം വരുത്തി അതിനെയെല്ലാം ശിഥിലീകരിച്ചത്? സാംസ്കാരിക അനുരൂപണത്തിന്റെ പേരിൽ മതാനുകരണവും സാത്താൻ ആരാധനാ രീതികളും കത്തോലിക്ക സഭയിലേക്ക് കടന്നുകയറിയത് ഈ സൂനഹദോസിന്റെ ഭാഗമായിട്ടല്ലേ? രണ്ടാം വത്തിക്കാൻ സൂനഹദോസിലെ പ്രൊട്ടസ്റ്റന്റ് സാരഥികളോട് കൂടിയാലോചിച്ചുകൊണ്ടല്ലേ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ ബലിയെ വെറും ഒരു താങ്ക്സ് ഗിവിംഗ് ആക്കി മാറ്റിയത്? ട്രെന്റ് സൂനഹദോസിൽ 5-ാം പിയൂസ് മാർപ്പാപ്പ കുവോപ്രിമം എന്ന വ്യൂള വഴി ഇനി ഒരിക്കലും മാറ്റം വരുത്താൻ പാടില്ലാത്ത വിധം മുദ്രണം ചെയ്യപ്പെട്ട പരിശുദ്ധ കുർബാനാക്രമമല്ലേ പ്രൊട്ടസ്റ്റന്റ് യോഗം പോലെയാക്കി മാറ്റിയത്? കത്തോലിക്ക വിശ്വാസപ്രകാരം യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളുടെ ഭൗതിക സാന്നിധ്യമാണ് സംഭവിക്കുന്നത്. എന്നാൽ പുതിയ കുർബാനക്രമം അഥവാ നോവുസ് ഓർദോ മിസയിൽ ഇത് വെറും മിസ്റ്റിക്കൽ പ്രസൻസ് ആക്കി മാറ്റി. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസപ്രകാരമുള്ള അപ്പം മുറിക്കൽ ശുശ്രൂഷ പോലെ പരിശുദ്ധ കുർബാനയെ തരം താഴ്ത്തി അവഹേളിക്കുന്നു. ഇത് ശരിക്കും ഡോഗ്മാറ്റിക് എന്ന് പറയുന്ന കാര്യത്തെ എതിർക്കേണ്ടതാണെന്നൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയത്
വന്നത് ശരിക്കും പ്രൊട്ടസ്റ്റന്റ് തിയോളജിയിൽ നിന്നാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് സോള സ്ക്രിപ്റ്റൂരയാണ് അവരുടെ അടിസ്ഥാനം. എന്ന് പറഞ്ഞാൽ വചനം മതി, വചനം മാത്രം മതി എന്നാണ് അവരുടെ പ്രബോധനം. പ്രൊട്ടസ്റ്റന്റുകാരുടെ വിശ്വാസം അനുസരിച്ച് സോളാ സ്ക്രിപ്തൂര, അതായത് വചനം മാത്രമാണ് അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഡോക്മകളെ അവർ അംഗീകരിക്കുന്നില്ല. അത് തെറ്റാണെന്ന് അച്ഛൻ പറഞ്ഞു. വീണ്ടും അച്ഛൻ തന്നെ പറയുന്നു, ക്രിസ്തുവിൽ എല്ലാ വെളിപ്പെടുത്തലുകളും പൂർത്തീകരിക്കപ്പെട്ടു, അതുകൊണ്ട് എല്ലാം വചനത്തിലുണ്ട്, അതിനു പുറമെ മറ്റൊന്നുമില്ലെന്ന്. ഇതും പ്രൊട്ടസ്റ്റന്റ് രീതി തന്നെയാണ്. എന്തുകൊണ്ടാണ് അച്ഛൻ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത്? പോളാറാമൻ മാർപ്പാപ്പ വത്തിക്കാൻ കൗൺസിലിന്റെ സമാപനത്തിനകത്തൊക്കെ അതൊരു ഡോഗ്മാറ്റിക് കൗൺസിൽ അല്ല, ഡോഗ്മാറ്റിക് പ്രൊനൗൺസ്മെന്റ്സ് നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. പൂർണ്ണമായും തെറ്റാണത്. അബ്സല്യൂട്ട്ലി റോങ്. അതൊരു എറോണിയസ് റീഡിങ് ഓഫ് ദ ടെക്സ്റ്റ് ആണ്. ഡോഗ്മാറ്റിക് പ്രൊനൗൺസ്മെന്റ്സ് എന്ന് കണ്ടപാടെ നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടിയതങ്ങ് വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും പോയതിന്റെ ഒരു ചെറിയ പ്രോബ്ലം ആണത്, കാര്യമാക്കണ്ട. പക്ഷെ അതിനകത്ത് അതിന്റെ ടെക്സ്റ്റ് ഇങ്ങനെയാണ്: നോ എക്സ്ട്രാordinary ഡോഗ്മാറ്റിക് പ്രൊനൗൺസ്മെന്റ്. ഡോഗ്മാറ്റിക് പ്രൊനൗൺസ്മെന്റ്സ് എന്ന് പറയുന്നതും എക്സ്ട്രാordinary ഡോഗ്മാറ്റിക് പ്രൊനൗൺസ്മെന്റ്സ് എന്ന് പറയുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഇത് രണ്ടും ഒന്നല്ല. ഇനി എക്സ്ട്രാordinary എന്ന് പറഞ്ഞാൽ സാധാരണ പ്രബോധനങ്ങൾക്ക് അതീതമായ പുതിയൊരു പ്രബോധനം, പുതിയൊരു കാര്യം, അത് ഡോഗ്മാറ്റിക് ആയിട്ട് സഭ ഈ കൗൺസിലിൽ പഠിപ്പിക്കാനല്ല ശ്രമിച്ചത് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷ്യം, ഈ കൗൺസിൽ കൂടിയതിന്റെ ഉദ്ദേശം പുതിയൊരു ഡോഗ്മ കൊണ്ടുവരാൻ വേണ്ടി ആയിരുന്നില്ല എന്ന്. ഹാസ് മേഡ് thoroughly known its authoritative teaching on a number of questions which today weigh upon man's conscience, activity, design. അങ്ങനെ കുറേ ഇവയൊക്കെ സ്പർശിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ എങ്ങനത്തെയുള്ള ടീച്ചിങ് നടത്താനാണ്? അതോറിറ്റേറ്റീവ് ടീച്ചിങ്. thoroughly known its authoritative teaching നടത്താനാണ് ഈ കൗൺസിൽ ശ്രമിച്ചത് എന്നാണ് പോളാറാമൻ മാർപ്പാപ്പ പറയുന്നത്. രണ്ടാം വത്തിക്കാൻ സൂനഹദോസിൽ എക്സ്ട്രാ ഓർഡിനറി ഡോഗ്മകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ കത്തോലിക്ക തിരുസഭയിൽ എത്ര തരം ഡോഗ്മകളുണ്ട്? ഡോഗ്മയ്ക്ക് തന്നെ പല ഗ്രേഡുകളുണ്ടോ? തിരുസഭ ചില കാര്യങ്ങൾക്ക് ആധികാരികമായി നൽകുന്ന ടീച്ചിങ്സിനെയാണോ അച്ഛൻ ഡോഗ്മ എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, തിയോളജിയൻ ഈസ് ജസ്റ്റ് എ തിയോളജിയൻ, മജിസ്റ്റേരിയം ഈസ് മജിസ്റ്റേരിയം. ഇത് രണ്ട് കാര്യമാണ്. എങ്കിൽ കാറൽ റാണർ, ഷില്ലം ബെക്സ്, യാവസ് കോങ്കർ, ഹാൻസ് ക്യൂങ്, ഹെൻറി ദെലുബാക് എന്നീ തിയോളജിയൻസിന്റെ ഇന്റർപ്രിട്ടേഷൻസും ആശയങ്ങളുമാണല്ലോ രണ്ടാം വത്തിക്കാൻ സൂനഹദോസിലെ രേഖകളുടെ അടിസ്ഥാനം. അങ്ങനെയെങ്കിൽ ഈ രേഖകൾ എങ്ങനെ ഡോഗ്മാറ്റിക് ആകും? രണ്ടാം വത്തിക്കാൻ സൂനഹദോസ് റാണറിയാനിസം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നുണ്ടല്ലോ. തിരുസഭയിൽ സ്വയം നശീകരണത്തിന്റെ വിത്തുകളാണ് രണ്ടാം വത്തിക്കാൻ സൂനഹദോസ് പാകിയിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമാണ്. ആത്മരക്ഷയെ മുൻനിർത്തി പഠിക്കുന്നവർക്ക് ഈ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഫലത്തിൽ നിന്നും വൃക്ഷത്തെ തിരിച്ചറിയാൻ സാധിക്കും. ട്രെന്റ് സൂനഹദോസിന് ഘടകവിരുദ്ധമായി പരിശുദ്ധ കുർബാനയിൽ മാറ്റം വരുത്തി. കത്തോലിക്ക വിശ്വാസത്തെ തച്ചുടച്ചുകൊണ്ട് സാംസ്കാരിക അനുരൂപണത്തിന്റെ ചുവട് പിടിച്ച് മതാനുകരണത്തിലൂടെ വിജാതീയവൽക്കരണം നടത്തി. യോഗ, റേക്കി, പ്രാണിക് ഹീലിംഗ് എന്നിവ പരിശീലിക്കാൻ തുടങ്ങി. യേശുക്രിസ്തുവിലൂടെ മാത്രം രക്ഷ എന്ന സത്യം നിഷേധിച്ചുകൊണ്ട് മറ്റു മതങ്ങളിലൂടെയും രക്ഷ നേടാമെന്ന് പഠിപ്പിക്കുന്ന സൂനഹദോസ് സ്വർഗം ആഗ്രഹിക്കാത്ത സൂനഹദോസ് ആണെന്ന് അതിന്റെ ഫലങ്ങളിൽ നിന്ന് തന്നെ 100% ഉറപ്പിക്കാം. മറ്റെന്ത് തെളിവാണ് വേണ്ടത്? പരിശുദ്ധ അമ്മയുടെ ഹൈപ്പർധൂളിയ സ്ഥാനം തന്ത്രപൂർവ്വം എടുത്തുകളഞ്ഞ് ജന്മപാപമുള്ള വിശുദ്ധരുടെ ഗണത്തിലേക്ക് തന്ത്രപൂർവ്വം തരം താഴ്ത്തി. അതിന്റെ പ്രതിഫലനമാണ് ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നതിനു പകരം നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയും ദൈവകൃപയും തമ്മിൽ വളരെ അന്തരമുണ്ടായിരിക്കെ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഹോളി മേരിക്ക് പകരം സെയിന്റ് മേരി എന്ന പേരിലുള്ള പള്ളികളും സ്ഥാപനങ്ങളും നിലവിൽ വന്നു. ഡോഗ്മാറ്റിക് എന്ന് അരുൺ കലമറ്റത്തിലച്ചൻ പഠിപ്പിക്കുന്ന ഒരു പ്രമാണരേഖയായ ലൂമൻ ജെൻസ്യൂമിൽ പറയുന്നു. But the plan of salvation also includes those who acknowledge the Creator, in the first place among whom are Muslims. These profess to hold the faith of Abraham, adore together with us they adore the one, merciful God, mankind's just judge on the last day. അതായത് ത്രിയേക ദൈവവിശ്വാസികളായ ക്രിസ്ത്യാനികളെ ബഹുദൈവ വിശ്വാസികളെന്ന് മുദ്രകുത്തുകയും അവരെ കൊല്ലുന്നവർക്ക് സ്വർഗവും മറ്റു പാരിതോഷികങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു മതവുമായി ക്രിസ്ത്യാനികൾക്ക് ചാർച്ചയുണ്ടത്രേ. യേശുക്രിസ്തുവിനെ വെറും പ്രവാചകനായി മാത്രം കരുതുന്ന ഇക്കൂട്ടർ എങ്ങനെയാണ് നമ്മോടൊപ്പം നമ്മുടെ ത്രിയേക ദൈവത്തെ ആരാധിക്കുന്നത്? അതുകൊണ്ടാണ് ഫാത്തിമ 3-ാം രഹസ്യത്തിലെ വെളിപ്പെടുത്താത്ത ഭാഗത്ത് തിരുസഭയിലെ വിശ്വാസ സത്യങ്ങളെയും ആരാധനാക്രമങ്ങളെയും പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയെയും നശിപ്പിക്കുന്നതും സ്വർഗം ആഗ്രഹിക്കാത്തതുമായ ഒരു സൂനഹദോസിനെ കുറിച്ച് പരിശുദ്ധ അമ്മ മുന്നറിയിപ്പ് നൽകിയത്.
ഈ വെളിപ്പെടുത്തലുകളാണ് ഫ്രീമേസൺ സ്വാധീന വലയത്തിലായിരുന്ന അന്നത്തെ സഭാ നേതൃത്വം തന്ത്രപൂർവ്വം മൂടിവെച്ചുകൊണ്ട് അടിയന്തിരമായി രണ്ടാം വത്തിക്കാൻ സുനഹദോസ് വിളിച്ചു ചേർത്ത് അവരുടെ രഹസ്യ അജണ്ടകൾ നടപ്പിലാക്കിയത്. ഇക്കാര്യങ്ങൾ വസ്തുതാപരമായി ചൂണ്ടിക്കാണിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അരുൺ കലമറ്റത്തിലച്ഛനുണ്ടായ ഭാവമാറ്റത്തിൽ നിന്ന് തന്നെ എന്തൊക്കെയോ സത്യങ്ങൾ വിശ്വാസികളിൽ നിന്ന് മറച്ചുപിടിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. അച്ഛൻ ഏതാത്മാവിനാലാണ് നയിക്കപ്പെടുന്നതെന്ന് അച്ഛൻ തന്നെ വിചിന്തനം ചെയ്യട്ടെ. എങ്കിലും ഒന്നു പറയാതിരിക്കാൻ വയ്യ. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വെറുതെ ഈ ശിഥിലീകരണ സൂനഹദോസിന്റെ പ്രൊമോട്ടർ ആക്കല്ലേ അച്ചോ. അദ്ദേഹം തന്റെ മോഡേണിസ്റ്റ് കുപ്പായം വളരെ പണ്ട് തന്നെ ഉപേക്ഷിച്ചതാണ്. അദ്ദേഹം കോൺചീലിയുമിൽ നിന്നും കൊമൂണിയത്തിലേക്ക് മാറിയായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. അല്ല, ഇതൊന്നും ഒരുമിച്ച് ഡോക്ടറേറ്റ് എടുത്തപ്പോൾ ക്ലാസ്മേറ്റ് പറഞ്ഞില്ലായിരുന്നോ ബഹുമാനപ്പെട്ട അരുൺ കലമറ്റത്തിലച്ഛ? The countdown has begun, but none is aware. The third secret of Fatima was concerned about the apostasy of the church, and therefore it could affect not only Christians but the whole world. Cardinal Ratzinger in 1984. ഇതുവരെ മൂടിവെക്കപ്പെട്ടതും ഭൂമിയുടെ നിലനിൽപ്പിനെയും ഭൂമുഖത്തുള്ള സകലരുടെയും ആത്മാക്കളുടെ രക്ഷയെ ബാധിക്കുന്നതുമായ ഫാത്തിമ 4-ാം രഹസ്യം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫാത്തിമ 3-ാം രഹസ്യത്തിലെ 2ാമത്തെ ഭാഗം ഞങ്ങൾ വിമല ഹൃദയത്തിന്റെ മക്കൾ സകല ജനപദങ്ങൾക്കും വേണ്ടി അനാവരണം ചെയ്തിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല എന്ന വചനമാണ് മൂടിവെക്കപ്പെട്ട ഫാത്തിമ രഹസ്യങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് പഠിക്കാനും അതിലെ നിഗൂഢതകൾ കണ്ടെത്താനും ഞങ്ങൾക്ക് പ്രചോദനം നൽകിയത്. ഇത്തരം അന്വേഷണങ്ങൾക്കൊടുവിൽ ഫാത്തിമ 3-ാം രഹസ്യം ചുരുളഴിയുന്നു, വെളിപ്പെടുത്തിയതും വെളിപ്പെടുത്താത്തതും എന്ന പേരിൽ ഞങ്ങൾ പുറത്തിറക്കിയ പുസ്തകത്തിന്റെ 3-ാം പതിപ്പ് ഇപ്പോൾ വിപണിയിലുണ്ട്. മാത്രമല്ല, ദീർഘനാളത്തെ പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്ത പരിഹാര പ്രവർത്തികളുടെയും ഫലമായി ഈ കഴിഞ്ഞ ഫെബ്രുവരി 11 ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിവസം ലോകം മുഴുവൻ ഏറെ ആകാംക്ഷാപൂർവം കാത്തിരുന്ന ഫാത്തിമ 3-ാം രഹസ്യത്തിന്റെ ഇംഗ്ലീഷ് വേർഷൻ പ്രകാശനം ചെയ്യപ്പെട്ട വിവരം നിങ്ങളെ അറിയിക്കുന്നു. The Unfolding Secret of Fatima, the Disclosed and Undisclosed. The Unfolding Secret of Fatima, the Disclosed and Undisclosed. The Unfolding Secret of Fatima, the Disclosed and Undisclosed. ഈ പുസ്തകത്തിന്റെ ഒരു കോപ്പിക്ക് 350 രൂപയാണ് വില. ചുരുങ്ങിയത് 4 കോപ്പികളെങ്കിലും ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമായി 100 രൂപ കിഴിവിൽ ഒരു കോപ്പി 250 രൂപയ്ക്ക് പ്രീ പബ്ലിക്കേഷൻ ഓഫറിൽ ലഭിക്കുന്നതാണ്. ഇന്ത്യക്കകത്ത് 4 കോപ്പികൾക്ക് തപാൽ ചാർജ് അടക്കം 1000 രൂപയായിരിക്കും വില. അതായത് 1400 രൂപ വില വരുന്ന 4 പുസ്തകങ്ങൾ പോസ്റ്റേജ് ചാർജ് അടക്കം 1000 രൂപയ്ക്ക് പ്രീ പബ്ലിക്കേഷൻ ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. അതും 4 കോപ്പികളെങ്കിലും ആവശ്യപ്പെടുന്നവർക്കു മാത്രം. ഫാത്തിമ 3-ാം രഹസ്യം ജാതി മത ഭേദമന്യേ എല്ലാവരെയും അറിയിക്കണം എന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ ആഗ്രഹം നിറവേറ്റാനുള്ള ഈ യജ്ഞത്തിൽ പങ്കുചേരാൻ പ്രചോദനം ലഭിക്കുന്നവർ 9446445577 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സും ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണവും വാട്സാപ്പ് മെസ്സേജായി പോസ്റ്റ് ചെയ്യുക. ഫോൺ വിളികൾ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. ക്രേദോ ഇൻ സ്പിരിറ്റും സാങ്ക്തും, സാങ്ക്തം എക്ലേസിയാം കത്തോലിക്ക, സാങ്ക്തോറും കൊമ്മുണിയോണം, റെമിസിയോണം പെക്കത്തോറും, കാർണിസ് റെസറക്സിയോണം, ബീതാം എത്തേർനാം. ആമേൻ. ആവേ മരിയ.